ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് GCC കൺട്രികളിലെ ക്ലിനിക്കുകളിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിലറി ബ്ലഡ് ഉപയോഗിച്ചാണ്. അതായത് പെട്ടെന്ന് ഷുഗറിൻ്റെ റിസൾട്ട് അറിയേണ്ട കേസുകളിൽ കാപ്പിലറി ബ്ലഡ് ഉപയോഗിച്ചാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. വീഡിയോ കണ്ടു നോക്കാം. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് EKF ഡയഗ്നോസ്റ്റിക് കമ്പനിയുടെ ബയോസൻ സീലൈൻ എന്ന മെഷീൻ ഉപയോഗിച്ചാണ്. സാമ്പിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മുതൽ 45 സെക്കൻഡിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഒരു സമയം 20 സാമ്പിൾ വരെ ഇതിൽ ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ സാമ്പിൾ ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1000 മൈക്രോ ലിറ്ററിൻ്റെ ഹീമോലൈസിങ് സൊല്യൂഷൻ അടങ്ങിയ കപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 20 മൈക്രോ ലിറ്റർ സാമ്പിൾ എടുക്കാൻ പറ്റുന്ന കാപ്പിലറി ട്യൂബുകളും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ ഫിംഗർ സ്പിരിറ്റ് ഉപയോഗിച്ച് നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യുക. അതിനുശേഷം ഈ ഫിംഗർ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു ലാൻസെറ്റ് ഉപയോഗിച്ച് അവിടെ ചെറിയൊരു പ്രിക്ക് ഉണ്ടാക്കുന്നു. ഇതേപോലെ ലാൻസെറ്റ് ഉപയോഗിച്ച് പ്രിക്ക് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് ഡ്രോപ്പ് ബ്ലഡ് ഒരു കോട്ടൺ ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് കളയുന്നു. സെക്കൻഡ് ഡ്രോപ്പാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളെടുത്ത് വെച്ച ഈ കാപ്പിലറി ട്യൂബ് ഇതേപോലെ ഹൊറിസോണ്ടലായിട്ട് പിടിച്ച് അതിലേക്ക് ബ്ലഡ് മുഴുവനായിട്ട് എടുക്കുന്നു. കാപ്പിലറി ട്യൂബ് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിലറി ട്യൂബ് ഹീമോലൈസിങ് സൊല്യൂഷൻ അടങ്ങിയ ഈ കപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മെഷീൻ്റെ സ്ലോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ഇതേപോലെ സാമ്പിൾ ഡിറ്റക്റ്റ് ചെയ്യുകയും പ്രോബ് ഉപയോഗിച്ച് അത് ആസ്പിരേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം ഒരു 20 മുതൽ 45 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ റിസൾട്ട് കാണാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് റിസൾട്ട് കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.